ചോദ്യം നമ്പർ 94. ദേവീഗ്രാമം എന്ന ചെറുകഥ എഴുതിയത് ആര്? ചന്ദ്രമതി. ദേവീഗ്രാമം എന്ന ചെറുകഥ എഴുതിയത് ചന്ദ്രമതി. ചോദ്യം നമ്പർ 95. സമസ്ത കേരളം പിയോ എന്ന കവിത രചിച്ചത് ആര്? ഡി വിനയചന്ദ്രൻ. സമസ്ത കേരളം പിയോ എന്ന കവിത രചിച്ചത് ഡി വിനയചന്ദ്രൻ. ചോദ്യം നമ്പർ 96. ഇക്കണ്ടക്കുറുപ്പ് കഥാനായകനായ ആദ്യകാല മലയാള ചെറുകഥ. വാസനാവികൃതി. ഇക്കണ്ടക്കുറുപ്പ് കഥാനായകനായ ആദ്യകാല മലയാള ചെറുകഥ വാസനാവികൃതി. ചോദ്യം നമ്പർ 97. താഴെ പറയുന്നവയിൽ എ അയ്യപ്പൻ പത്രാധിപരായിരുന്ന മാസിക ഏത്? അക്ഷരം. എ അയ്യപ്പൻ പത്രാധിപരായിരുന്ന മാസിക അക്ഷരം. ചോദ്യം നമ്പർ 98. എസ് കെ പൊറ്റക്കാടിന്റെ കൃതികളുടെ ഗണം ഏത്? വിഷകന്യക, ഒരു തെരുവിന്റെ കഥ, നൈൽ ഡയറി. വിഷകന്യക, ഒരു തെരുവിന്റെ കഥ, നൈൽ ഡയറി. ഇത്രയുമാണ് എസ് കെ പൊറ്റക്കാടിന്റെ കൃതികളുടെ ഗണമായിട്ട് വരുന്നത്. ചോദ്യം നമ്പർ 99. ശങ്കരാചാര്യരെ കുറിച്ച് മലയാളത്തിന്റെ തല എന്ന കവിത രചിച്ചത് ആര്? വള്ളത്തോൾ. ശങ്കരാചാര്യരെ കുറിച്ച് മലയാളത്തിന്റെ തല എന്ന കവിത രചിച്ചത് വള്ളത്തോൾ. ചോദ്യം നമ്പർ 100. നളചരിതം ആട്ടക്കഥയിലെ കഥാപാത്രം. ഋതുപർണൻ. നളചരിതം ആട്ടക്കഥയിലെ കഥാപാത്രം ഋതുപർണൻ. ചോദ്യം നമ്പർ 101. റുബായിയാത്ത് എന്ന പേർഷ്യൻ കാവ്യത്തിന്റെ വിവർത്തനമല്ലാത്ത കൃതി ഏത്? ജീവിത സമരം. റുബായിയാത്തിന്റെ വിവർത്തന കൃതികളാണ്, റുബായിയാത്തിന് ഉണ്ടായ പരിഭാഷകളാണ് മധുരോത്സവം, ജീവിതോത്സവം, രസികരസായനം. ചോദ്യം നമ്പർ 102. അമ്മ മലയാളം എന്ന കവിത രചിച്ചത് ആര്? കുരീപ്പുഴ ശ്രീകുമാർ. അമ്മ മലയാളം എന്ന കവിത രചിച്ചത് കുരീപ്പുഴ ശ്രീകുമാർ. ചോദ്യം നമ്പർ 103. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്നറിയപ്പെടുന്ന 4 ആട്ടക്കഥകളിൽ ഉൾപ്പെടുന്ന കൃതി ഏത്? ഭഗവതം. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്നറിയപ്പെടുന്ന 4 ആട്ടക്കഥകളിൽ ഉൾപ്പെടുന്ന കൃതി ഏത്? ഭഗവതം. താഴെ പറയുന്നവയിൽ പൈതൃക കലാരൂപം എന്ന നിലയ്ക്ക് യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലയേത്? മുടിയേറ്റ്. താഴെ പറയുന്നവയിൽ പൈതൃക കലാരൂപം എന്ന നിലയ്ക്ക് യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലയാണ് മുടിയേറ്റ്.